UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാവും? ഈ ഒരു ചോദ്യത്തിന് രമേശ് ചെന്നിത്തല കൊടുത്തൊരു മറുപടി ഭയങ്കര രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ ഒന്നും VD സതീശൻ്റെ പേര് രമേശ് ചെന്നിത്തല പരാമർശിക്കുന്നില്ല. മാധ്യമങ്ങളിൽ ചോദിക്കുന്ന ചോദ്യത്തിനാണ് രമേശ് ചെന്നിത്തല ഉത്തരം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം എങ്ങനെ പോയാലും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ള ആളുകളെയൊക്കെ വെച്ച് ഒരു കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ VD സതീശൻ്റെ ഈ ഒരു പ്രവർത്തനം വെച്ച് നോക്കുവാണെങ്കിൽ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആവാൻ ഒരു അർഹതപ്പെട്ട ഒരാളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നിങ്ങൾക്ക് ആരാവണം? രമേശ് ചെന്നിത്തല ആവണോ അതോ VD സതീശനാവണോ എന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനലിലൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ UDF അധികാരത്തിൽ വരുവാണെങ്കിൽ എന്തുകൊണ്ടും VD സതീശനാണ് മുഖ്യമന്ത്രി ആവാൻ അർഹതപ്പെട്ട ഒരാൾ. ഇപ്പം നിലവിൽ നിൽക്കുന്ന മറ്റുള്ള ആളുകളെ, ഇപ്പം രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല പറയുന്ന വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. പിന്നെ 2016 തൊട്ട് 2021 മുതൽ ഇപ്പം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തി രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ ആ 5 വർഷത്തെ പ്രവർത്തനവും അതുപോലെ ഇപ്പം VD സതീശൻ ഈ കഴിഞ്ഞ 5 വർഷത്തെ VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആരായിരിക്കും കൂടുതൽ ബെറ്റർ, കുറച്ചുകൂടി ബെറ്റർ എന്ന് അത്യാവശ്യം അരിയാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. സംശയമില്ല, VD സതീശൻ തന്നെയാണ്, അല്ലേ? ഇപ്പം പിന്നെ എൻ്റെ അടുത്ത് ആര് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണോ VD സതീശൻ മുഖ്യമന്ത്രി ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും രമേശ് ചെന്നിത്തലക്കാളും കുറച്ച് ബെറ്റർ VD സതീശൻ എന്ന് ഞാൻ പറയും. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മറ്റേ സോളാർ കേസും ഇതൊക്കെ കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ തലയിൽ ഇട്ട സമയത്ത് അന്ന് ആഭ്യന്തരമന്ത്രിയായിട്ട് ഈ രമേശ് ചെന്നിത്തല ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് പിന്നിൽ നിന്ന് കുത്തിയതെല്ലാം നമ്മൾ കണ്ടതാണ്, അല്ലേ? അപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് പിന്നിൽ നിന്ന് കുത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിയാനും കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് മുഖ്യമന്ത്രി ആവാം എന്നുള്ളൊരു കുബുദ്ധി കൊണ്ടിരുന്നുകൊണ്ടാണ് ഇന്നും ഈ രമേശ് ചെന്നിത്തല ഈ ഒരു സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നേക്കുന്നത്, അല്ലേ? അന്ന് ഉമ്മൻചാണ്ടി സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനി വരുന്ന ഇലക്ഷനിൽ ചിലപ്പോൾ UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ചിലപ്പം രമേശ് ചെന്നിത്തലയുടെ പേര് ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞേനെ. പക്ഷെ അന്ന് പിന്നിൽ നിന്ന് കുത്തിയുണ്ട്. ഇനി രമേശ് ചെന്നിത്തലയുടെ പേര് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ പറയും മുഖ്യമന്ത്രി ആവണമെന്ന് പറയാം. എന്നാലും രമേശ് ചെന്നിത്തല VD സതീശന് തഴഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യങ്ങൾക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം UDF അധികാരത്തിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സംഭാഷണമാണ്. ഇപ്പം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഇപ്പം ഇലക്ഷനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചേക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള VD സതീശനും ഷാഫി പറമ്പിലൊക്കെ ആയിരുന്നു, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടും ഒരു മുഖ്യമന്ത്രി ഒരു CMൻ്റെ ഒരു പോസ്റ്റ് കൊടുക്കണമെങ്കിൽ അത് മറ്റുള്ളവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹതപ്പെട്ട ആൾ VD സതീശൻ തന്നെയാണ്. മറ്റുള്ള ആളുകളൊക്കെ ഒരു പണിയെടുക്കാതെ അവിടെ കസേരയ്ക്കകത്ത് ഇരുന്ന് കളിച്ചത് മാത്രമേ ഉള്ളൂ. VD സതീശൻ മാത്രമേ ഉള്ളൂ ഇറങ്ങി പ്രവർത്തിച്ചതും, ഷാഫി പറമ്പിലൂടെയൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചതും VD സതീശനാണ്. അപ്പം VD സതീശനാണ് മുഖ്യമന്ത്രി ആവാനുള്ള ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്കുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും VD സതീശൻ അടുത്ത മുഖ്യമന്ത്രി ആരാവണം UDF അധികാരത്തിൽ വരുവാണെങ്കിൽ എന്നൊരു ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പറയുന്നൊരു മറുപടി നിങ്ങളൊന്ന് കേട്ടു. അതിനകത്ത് എവിടെയും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള VD സതീശൻ്റെ പേര് എവിടെയും ഒന്നൊന്നും പരാമർശിക്കുന്നില്ല. അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാം UDF അധികാരത്തിൽ വരുവാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കടിപിടി തന്നെ കാണാൻ സാധിക്കുമെന്ന്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹം കാണും എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന്. അതുകൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തി അടുത്ത നിയമസഭാ ഇലക്ഷനകത്ത് UDF വരുവാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആവുമെന്നുള്ളതൊക്കെ അന്ന് പിന്നിൽ നിന്ന് കുത്തി കാട്ടിക്കൂട്ടിയത്. എന്നാലും അത് നിങ്ങളൊന്ന് കേട്ടു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യം. അതിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. തീരുമാനിക്കുമോ? അല്ല, അതൊക്കെ പാർട്ടിയുടേതായ ഒരു രീതിയുണ്ട്, ചെയ്യും. നിങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ വരുന്നതിന് വലിയ ഗൗരവത്തിലെടുക്കേണ്ട. അതിപ്പോൾ എഴുതുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് വേറെ എഴുതും. അത് നിങ്ങൾ ഗൗരവമായി കാണണ്ട. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തർക്കമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്.
അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഹരിപ്പാട്ടേക്ക് ഒരു കൊടിവെച്ച കാറിൽ വന്നിറങ്ങുമോ? UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPMന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി. ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പൂർണ്ണമായ നിരീക്ഷണം, നിയന്ത്രണം ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണത്തിൽ ഇത്തവണ ഒരു അപാകതയുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ്, മറ്റ് നേതാക്കൾ, അതോടൊപ്പം തന്നെ ആധുനികമായ മീഡിയയുടെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തത്. അപ്പം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഐക്യവും യോജിപ്പും എല്ലാം UDFലും ഒരു കെട്ടുറപ്പുണ്ടായതുകൊണ്ട് നല്ല വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഭരണവിരുദ്ധ തരംഗം അതൊരു തരംഗമായിട്ട് തന്നെ പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഗവൺമെൻറ് മാറണം, ഒരു പുതിയ ഗവൺമെൻറ് വരണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ താഴെ തലങ്ങളിൽ പ്രകടമായിരുന്നു. ഞാൻ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോവുകയും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പൾസ് UDFന് അനുകൂലമായിരുന്നു. അത് എല്ലായിടത്തും ദൃശ്യമായിരുന്നു. അത് പിണറായിയോടുള്ളതായിരുന്നോ അതോ ഇടതുപക്ഷ സർക്കാരിനോടുള്ളതായിരുന്നോ? സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോടുമുള്ള എതിർപ്പാണ്. അല്ല, അങ്ങനെ സീറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വലിയ തരംഗം UDFന് അനുകൂലമായിട്ടുണ്ട്. 100 സീറ്റ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എത്ര വരെ പോകും എന്നുള്ളത് നമുക്ക് 4-ാം തീയതി കാത്തിരിക്കാം. ഈ LDFന്റെ പരാജയത്തിന് ഉത്തരവാദി ആരായിരിക്കും? അല്ല, അതൊക്കെ പറയാൻ സമയമുണ്ടല്ലോ. അല്ല, ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം ബിഷപ്പുമാർക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ രൂക്ഷമായിട്ട് നിൽക്കുക തന്നെയാണ്. അവരതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. മാത്രമല്ല, കേസരിയിൽ എന്ന് വന്നിരിക്കുന്നത് ഈ മലയാളികളായ പുരോഹിതന്മാരും കന്യാസ്ത്രീകളാണ് രാജ്യത്തെ മുഴുവൻ മതം മാറ്റ സംവിധാനങ്ങൾക്ക് നിർവഹിക്കുന്നത്. BJPയുടെ ഇത്തരം പ്രസ്താവനകൾ അപലപനീയമാണ്. കാരണം നാട്ടിലെ ബിഷപ്പുമാരെയും കന്യാസ്ത്രീകളെയും വൈദിക പുരോഹിതന്മാരെയും ഒക്കെ ആക്ഷേപിക്കുകയും ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ട് BJP നടത്തുന്ന അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അവർ സഭാ മേലധ്യക്ഷന്മാരാണെങ്കിലും അവർക്കും ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. സഭാ മക്കളെ എങ്ങനെ നേരെ നയിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരെ ഇപ്പം ബിഷപ്പുമാരെ മുഴുവൻ വിമർശിക്കുക, അനാവശ്യമായി വിമർശിക്കുക, അവർക്ക് നേരെ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുക, അതൊന്നും കേരളത്തിൽ നടക്കില്ല. സംശയമൊന്നും വേണ്ട. BJPയുടെ അത്തരം നടപടി കേരളം അംഗീകരിക്കില്ല. അത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കും. വടക്കേ ഇന്ത്യയിൽ കാണുന്ന ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാനാണ് നീക്കമെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടും. സമാനതകളില്ലാത്ത ഒരു ന്യൂനപക്ഷ പോളറൈസേഷൻ ഇത്തവണ ഇടതുപക്ഷം ശ്രമിച്ചു എന്നാണ് ഓരോരോ കാര്യങ്ങൾ പുതുതായി വരുന്നത്. ഇന്നിപ്പോൾ SDPI പരസ്യമായി എന്നാൽ രഹസ്യമായി പറയുന്ന തരത്തിൽ പറഞ്ഞു അത് കോൺഗ്രസിനായിരുന്നില്ല വോട്ടുകൾ. അത് SDPIയും PDPയും ഒക്കെ ആയിട്ട് അവർക്ക് വളരെ ശക്തമായ ബന്ധമുണ്ടായിരുന്നു, കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. പിണറായി വിജയൻ്റെ ഭാഷയെ പറഞ്ഞാൽ 2 വോട്ടിന് വേണ്ടി ഏത് ചെറ്റത്തരവും കാണിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചെന്തെങ്കിലും അതല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യം. അതിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. തിരുത്തി വിളിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുമോ? അല്ല, അതൊക്കെ പാർട്ടിയുടേതായ ഒരു രീതിയുണ്ട്, ചെയ്യും. നിങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ വരുന്നതിന് വലിയ ഗൗരവത്തിലെടുക്കേണ്ട. അതിപ്പോൾ എഴുതുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് വേറെ എഴുതും. അത് നിങ്ങൾ ഗൗരവമായി കാണണ്ട. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തർക്കമില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട്
കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഹരിപ്പാട്ടേക്ക് ഒരു കൊടിവെച്ച കാറിൽ വന്നിറങ്ങുമോ? കണ്ടല്ലോ. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇത്രയും ഒരു ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ തന്നെയാണ്. അപ്പം പുള്ളിയുടെ പേരൊന്ന് പരാമർശിക്കായിരുന്നു അല്ലേ? കാരണം അല്ലെങ്കിൽ മറ്റേ കെ സുധാകരൻ്റെ പേരും ഒന്ന് പറയായിരുന്നു. കെ സുധാകരൻ മുഖ്യമന്ത്രി ആവാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വി ഡി സതീശൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്. അവിടെ ഒന്നും ഇവരെയൊന്നും പേര് പറഞ്ഞിട്ടേ ഇല്ല. ഇവരെയൊക്കെ തഴഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചിട്ടുള്ളതെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും വേറെ ആര് വന്നാലും രമേശ് ചെന്നിത്തല വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയതൊക്കെ നമ്മൾ കണ്ടയാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ